നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്തെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. വാമനൻ പ്രതിഷ്ഠയുള്ള ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഓണവും ഓണസദ്യയും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. ഇവിടുത്തെ പ്രധാന ഉത്സവം ഓണമാണ്. ഓണസദ്യ ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായി നടത്തപ്പെടുന്നു. തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ ആഴ്വാർമാർ പാടിപ്പുഴത്തിയ 108 ദിവ്യദേശങ്ങളിലൊന്നു കൂടിയാണ് തൃക്കാക്കര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വാമനോടൊപ്പം ശിവനും ഇവിടെ പ്രത്യേകം ക്ഷേത്രത്തിൽ വാഴുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനൻ ഇവിടെ മഹാബലിക്ക് 3 അടി മണ്ണ് ദാനം ചെയ്ത് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഭാവമാണ് ഭഗവാന്. 4 അടിയോളം ഉയരമുള്ള ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായാണ് തൃക്കാക്കരയപ്പൻ കുടികൊള്ളുന്നത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഉപദേവതകളായി ശാസ്താവ്, ശ്രീകൃഷ്ണൻ, ഭഗവതി, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, ഗണപതി, സുബ്രഹ്മണ്യൻ, ദുർഗ, പാർവതി എന്നീ ദേവതകളുമുണ്ട്. എറണാകുളത്തു നിന്ന് 8 കിലോമീറ്റർ വടക്ക് കിഴക്കുമാറി കളമശ്ശേരി നഗരസഭയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്ര സമുച്ചയമാണ് തൃക്കാക്കരയിലേത്. ഇതിനകത്ത് 2 ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് വാമന ക്ഷേത്രവും മറ്റേത് ശിവക്ഷേത്രവും. ശിവക്ഷേത്രത്തിനാണ് ഏറ്റവും പഴക്കം കൂടുതലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാ സപ്പോർട്ടുകളും തരിക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ.